ഗൗതം പല്ലവി എന്നു പറയുന്ന ഒരു പെൺകുട്ടിയെ ഒളിച്ചോടാൻ സഹായിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓട്ടോക്കാരൻ വിചാരിക്കുന്നത് ഗൗതമിന്റെ കൂട്ടുകാരനു വേണ്ടിയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നതെന്നാണ്. പക്ഷേ അമ്പലത്തിലെത്തിയപ്പോഴാണ് പുള്ളി ഞെട്ടിയത്. അത് ഗൗതമിന്റെ അച്ഛന് കല്യാണം കഴിക്കാനായിരുന്നു. ഗൗതമിന്റെ അച്ഛന് ഇത്രയും ചെറിയൊരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചുകൊടുക്കാൻ ആ ഓട്ടോക്കാരൻ സമ്മതിക്കുന്നില്ല. എന്നാൽ വയസ്സൊരു പ്രശ്നമല്ല എന്ന് ഗൗതം ആ ഓട്ടോക്കാരനോട് തറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഗൗതമിന്റെ അച്ഛന്റെ കല്യാണം നടക്കുന്നു. പിന്നീട് രാമലിംഗം എന്നു പറയുന്ന ഒരു ഡിവോഴ്സ് വക്കീലിനെയാണ് കാണിക്കുന്നത്. അയാളുടെ ഒരു കൂട്ടുകാരൻ മകളുടെ ഡിവോഴ്സ് കാര്യത്തിനായി വന്നതായിരുന്നു. അയാളുടെ മകൾ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അവർ പിരിയാൻ തീരുമാനിച്ചു. ഇപ്പോഴത്തെ പെൺകുട്ടികളെ പ്രണയിക്കാൻ വിട്ടുകൂടാ എന്ന് അയാൾ രാമലിംഗത്തോട് പറയുന്നു. ഇതുകേട്ടപ്പോൾ രാമലിംഗത്തിന് സ്വന്തം മകൾ നിത്യയ്ക്കും വല്ല പ്രണയമുണ്ടോ എന്ന് സംശയമായി. നിത്യ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ സഹികെട്ട് അച്ഛൻ അവളോട് നേരിട്ട് ചോദിച്ചു, നിനക്ക് ആരെയെങ്കിലും ഇഷ്ടമാണോ? അച്ഛനോട് കള്ളം പറയാതെ തനിക്ക് ഗൗതം എന്ന് പറയുന്ന പയ്യനെ ഇഷ്ടമാണെന്ന് നിത്യ തുറന്നു പറഞ്ഞു. എന്നാൽ നാളെ അവനെ ഇങ്ങോട്ട് വരാൻ പറ എന്നച്ഛൻ നിത്യയോട് പറഞ്ഞു. പിറ്റേന്ന് ഗൗതം അവിടെ എത്തുന്നു. നിങ്ങളെങ്ങനെയാ കണ്ടുമുട്ടിയത് എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഗൗതം തന്റെ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു.